ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ മട്ടെത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾ മമ്മ. ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം കൂൾ മമ്മ പണിക്ക് പോകുന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായില്ല. എന്നാ ആരും സങ്കടപ്പെടണ്ട, ഞാൻ ചുമ്മാറിനെ എൻ്റെ പട്ടി പോകും പണിക്ക്. ഞാൻ പോയില്ല, പകരം എൻ്റെ കൂട്ടുകാരൻ തൗഫീഖ് ബീഡി പോയി. അവൻ പോയാൽ ഞാൻ പോയാണ് കാണല്ലേ. നമ്മളിന്ന് കുറച്ച് കട്ടള ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഒരു വീട്ടിന്റെ കട്ടള വെപ്പ്. കട്ടള വെക്കാൻ കൂടെ പോകുന്നതാണ് കൂൾ മമ്മ. ഇതിനേക്കാൾ വലിയ പണി ആ വീട് വെക്കുന്ന ആൾക്ക് വേറെ കിട്ടാനില്ല. കാരണം ആ കട്ടളക്കകത്ത് പതിഞ്ഞ മുദ്ര കൂൾ മമ്മന്റെ ആയിരുന്നു. വൃത്തികെട്ട മുദ്ര. അയാൾ ഇനി അതപ്പതിക്കാൻ പോകും. അങ്ങനെ തൗഫീഖ് ബീഡിയും കട്ടപ്പയുടെ കണക്ക് തലയുള്ള ഒരു കാക്കായും കൂടെ ചേർന്ന് ആ കട്ടള ഇറക്കാൻ തുടങ്ങി. കാണാൻ നല്ല സൗന്ദര്യമുള്ള കട്ടള, എന്റെ ഷൂട്ടുവിനെ പോലെ. ക്രിഞ്ച്. അല്ലെങ്കിലും തൗഫീഖ് ബീഡി കൊടുക്കുന്ന കട്ടളയെല്ലാം അടിപൊളിയായിരിക്കും. കാരണം സ്വന്തം വാപ്പ സൈനിനെ കാട്ടി അവന് സ്നേഹം തടികളോടാണ്. തടികൾ എന്നും അവന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. രാവിലെ വാപ്പാമാരെ പ്രായമുള്ള രണ്ടുപേരും പണിയെടുക്കും. അവരെ ഒന്ന് സഹായിച്ചുകൂടെന്ന് നിങ്ങളൊക്കെ പറയുമെങ്കിലും ഞാനത് ചെയ്യത്തില്ല. കാരണം എന്റെ ഓറ നഷ്ടപ്പെട്ടു. 21 വർഷമായിട്ട് ഒരു ജോലിക്ക് പോലും കൊണ്ടുപോകാത്ത എന്റെ ശരീരം. അതുകൊണ്ട് തന്നെ ഹൃദയമൊക്കെ ചിക്കന്റെ കൊഴുപ്പുണ്ട് അടഞ്ഞിരിക്കുകയാണ്. ചിക്കന്റെ കൊഴുപ്പ്, പരദൂഷണം, ഏഷണി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കട്ടള ഇറക്കി കുഴഞ്ഞ ഉടനെ വീട്ടുകാർ ചായ കൊണ്ട് തന്നു. ചായക്ക് വെള്ളവും കൂടുതലായിരുന്നു, മധുരവും ഇല്ലായിരുന്നു. ഉള്ളതുപോലെ പറയല്ലേ. പിന്നെന്ത് തൊട്ടി സാധനം കിട്ടിയാലും അത് കുടിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരൻ തൗഫീഖ് ബീഡി. അത് കഴിഞ്ഞപ്പോൾ പണിയെടുത്ത എന്റെ കാശുമായിട്ട് വീട്ടുകാർ വീണ്ടും വന്നു. ഒരു പിടിക്കായി. ഈ കായ് കൊണ്ട് ഞങ്ങളെല്ലാം തിന്നും. അവൻ കായ് എണ്ണി തിട്ടപ്പെടുത്തി പോക്കറ്റ് വെച്ചെങ്കിലും അത് എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ നേരത്തെ എണ്ണി. എന്റെ ദൃഷ്ടി അവിടെ പതിഞ്ഞു കഴിഞ്ഞു. ഇനി ആ പൈസ തീരുന്നവരെ ഞാൻ അവന്റെ കൂടെ കാണും. അങ്ങനെ തടിയിറക്കി ഞങ്ങൾ കുറഞ്ഞതുകൊണ്ട് തന്നെ കാപ്പി കുടിക്കാൻ വിചാരിച്ചു. ദയവായി തുടരുത് എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൽ തൊട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യാനാണ് കൂൾ മമ്മന് ഇഷ്ടം. അങ്ങനെ വയറ് നിറച്ച് നമ്മളൊരു മസാല ദോശ അടിച്ചുടനെ നമ്മൾ തിരിച്ചു. അടുത്ത പരിപാടി നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകും. ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടതേ ഉള്ളൂ. ഓക്കി കാറ്റടിച്ചാണെങ്കിൽ ചുക്കാമണി മുജീബ് എവിടുന്നോ വന്ന്. ചുക്കു എവിടെ ഉണ്ടോ അവിടെ അപ്പുകൂട്ടനും കാണും. കന്നാസിന് കടലാസ് കൂട്ടുപോലാണ് ഇവര് തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരിക്കും. എന്തിന് ഇവരെ ഫസ്റ്റ് നൈറ്റ് വരെ ഒരുമിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ ചെന്നപ്പോൾ വേറെ രണ്ട് അതിഥികളെ കണ്ടു. രണ്ടുപേരും ബിരിയാണി തിന്ന് വയറൊക്കെ നല്ല ഗർഭിണി പെണ്ണുങ്ങളാണ് കാക്കി വെച്ചേക്കുന്നത്. ഇതിപ്പം വയറേതാ ചന്തി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി കാത്തിരുന്നു. ചുക്കാമണി മുജീബും അപ്പുകൂട്ടനും കൂടെ ചേർന്ന് എന്തോ രഹസ്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെവി കോർത്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബിരിയാണി വന്നു. കൊള്ളാം, നല്ല സ്വാദുള്ള ബിരിയാണി ആയിരുന്നു. ഉച്ചയ്ക്ക് ഒരു 1.5 സമയത്ത് നല്ല സ്വാദുള്ളൊരു ബിരിയാണി, പിന്നെ നല്ലൊരു സോഡ നാരങ്ങയും കൂടെ അടിച്ചാൽ സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ നല്ല മത്തടിച്ച സുഖത്തിൽ നമുക്ക് ഉറങ്ങാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ.